വേണ്ടിയുള്ള കാലേകൂട്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിയിരുന്നു. അത് പൊതുവെ ഫലം കണ്ട സ്ഥിതിയാണ് ഞങ്ങൾ ഇന്ന് എല്ലാ സ്ഥലത്തും പരിശോധിച്ചത് കാണാൻ ഇടവന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 52 ലക്ഷത്തോളം തീർത്ഥാടകർ എത്തിച്ചേർന്നതാണ് പൊതുവായിട്ടുള്ള കണക്ക്. ഈ വർഷം അതിനേക്കാൾ കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിവസം 70,000 വെർച്വൽ ക്യൂ നമ്മൾക്ക് ഉറപ്പാക്കിയിട്ടുണ്ട്. താൽക്കാലികമായി വരുന്ന ഒരു ഭക്തനെയും തിരിച്ചയക്കാതെ അവർക്കും ദർശനം ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഒപ്പം പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം വർഷത്തേക്കാൾ വിപുലീകരിക്കപ്പെട്ടു. അത് പാർക്കിംഗ് സംവിധാനമായിരുന്നാലും യാത്രാ സൗകര്യമായിരുന്നാലും വൈദ്യസഹായമായിരുന്നാലും വളണ്ടിയേഴ്സിൻ്റെ സേവനമായിരുന്നാലും ഇതെല്ലാം മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ കുറ്റമറ്റതാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പമ്പയിലെ ഗസ്റ്റ് ഹൗസ് നവീകരിച്ചെന്ന് തുറന്നു. സന്നിധാനത്തിൽ 54 പേർ താമസിക്കാവുന്ന ഗസ്റ്റ് ഹൗസ് തുറന്നു. പമ്പയിൽ ഏതാണ്ട് 20,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു പന്തൽ 3000-ഓളം ആൾക്ക് വിരിവയ്ക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നിലയ്ക്കൽ 17,000 സ്ക്വയർ ഫീറ്റിൽ 2,500 പേർക്ക് വിരിവയ്ക്കാൻ കഴിയുന്നൊരു പന്തലുണ്ടാക്കി. സന്നിധാനത്തിൽ ഏതാണ്ട് 5,000-ൽ പരം ആളുകൾക്ക് പുതിയതായി മഴ തണിയാതെ വെയിലുള്ള നിൽക്കാനുള്ള ക്യൂ നിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ദാഹജലവും ലഘുഭക്ഷണവും ഒക്കെ വഴിഞ്ഞില കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി. എവിടെയെങ്കിലും ഏതെങ്കിലും ഭക്ഷണ വിഷമം വന്നാൽ അവരെ പ്രത്യേകമായി ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കാനലപാതയിൽ 132ഓളം കേന്ദ്രങ്ങൾ വിശ്രമ കേന്ദ്രങ്ങളായി മാറ്റിയിട്ടുണ്ട്. അവിടെ ലഘുഭക്ഷണവും മറ്റ് വെള്ളവും കൊടുക്കാനുള്ള സൗകര്യങ്ങൾ. എവിടെയെങ്കിലും സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ അവിടെയെല്ലാം ആൻറ്റി സ്നേക്ക് വെനം കരുതിയിട്ടുണ്ട്. ഇതെല്ലാം ഈ പ്രാവശ്യത്തെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഒരു കുറവും വരുത്താതെ ഭക്തരെ സംരക്ഷിക്കാനും സഹായിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ പൊതുവെ ഞങ്ങൾ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ക്രമീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവെ സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ഇന്ന് ഭക്തർ സംതൃപ്തിയോടുകൂടി പമ്പയിലൊക്കെ എത്തിച്ചേർന്നപ്പോൾ അവർ വളരെ ആഹ്ലാദത്തോടുകൂടി പുതിയ സംവിധാനം സ്വീകരിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്ന ഈ മാറ്റങ്ങൾ ഞങ്ങൾക്ക് സഹായകരമായി എന്ന് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടു. സാർ, ഈ ശബരിമല മാസ്റ്റർ പ്ലാനെ പറ്റി ഇപ്പോൾ സംസാരിച്ചു. നമ്മുടെ റോപ്പ്വേൻ്റെ എന്താണ് അതിൻ്റെ ഒരു പുതിയ റോപ്പ്വേ ഞങ്ങൾ അത് കുരുക്കിൽ കിടക്കുകയായിരുന്നു. അതിൻ്റെ 17 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരാശയമാണ്. ആ ആശയം വനം വകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമായ ഫയൽ ഒരുങ്ങിക്കിടക്കുന്നു. അത് ഈ അടുത്ത കാലത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും കണ്ട് ഞങ്ങൾ വിളിച്ചു ചേർത്ത് ഞങ്ങൾ 3 കൂട്ടരും ചേർന്ന ഒരു യോഗത്തിൽ അതിൻ്റെ കുരുക്കഴിക്കാൻ തീരുമാനിച്ചു. 4ഓളം മീറ്റിംഗ് ഞങ്ങൾ സംയുക്തമായിട്ട് നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായി ഏറ്റവും അവസാനം ഇതിന് വനം ഭൂമി എത്ര എടുക്കുമോ അത്രയും റവന്യൂ ഭൂമി കൊടുക്കാൻ തീരുമാനമായി. കൊല്ലം ജില്ലയിൽ കൊടുക്കാനുള്ള തീരുമാനമായി. ഇന്ന് അതിൻ്റെ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ നട തുറക്കുകയാണെന്നത് മാറ്റിവെച്ച് 21-ാം തീയതി റവന്യൂ വകുപ്പ് വനം വകുപ്പിന് ആ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യും. അതോടുകൂടി ആ കരാർ ധാരണയാക്കിയിട്ട് റോപ്വേ നിർമ്മിക്കാൻ വേണ്ടിയുള്ള മുമ്പെടുത്ത തീരുമാനം ഈ മണ്ഡല കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തുടങ്ങി വെക്കും. അത് ഒരു പുതിയ നീക്കമായിരിക്കും. അത് ഇപ്പോഴത്തെ ഈ വലിയ രൂപത്തിലുള്ള ട്രാക്ടറിൻ്റെ ഓട്ടവും അതോടൊപ്പം തന്നെ ടൊളിയിൽ ചുവന്നുകൊണ്ടുള്ള വരവുമൊക്കെ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യം വരികയാണ്. അത് ഈ ആധുനിക കാലഘട്ടത്തിന് യോജിച്ച രൂപത്തിൽ ഒരു പ്രയാധിക്കുള്ള ഭക്തന്മാരെയും അസുഖം ബാധിച്ചവരെയും റോപ്വേ വഴി വരാനും ഒപ്പം ഈ ചരക്ക് ഗതാഗതം മുഴുവൻ റോപ്വേ വഴി നടത്താനുള്ള സാഹചര്യം വരുന്നതോടുകൂടി ഇവിടുത്തെ പൊല്യൂഷൻ വരെ നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു വർഷത്തിനുള്ളിൽ നിശ്ചയമായി അത് BOT അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ക്രമീകരണം വളരെ പെട്ടെന്നാണ്. ഞങ്ങൾ ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുക.